ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥി ഡിവൈഎഫ്ഐയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ വി വസീഫാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ വി വസീഫ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശ്രീ വി വസീഫ്, സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കാര്യത്തിലേക്ക് വരാം. കാരണം മന്ത്രി വീണ ജോർജിനെതിരായ അതിക്രമമാണ് ഇന്ന് കേരളം സംസാരിക്കുന്ന വലിയ വാർത്ത. ഒരു ജനാധിപത്യ രാജ്യത്തിൽ പ്രതിഷേധങ്ങളൊക്കെ പതിവാണ്. എല്ലാ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രതിഷേധിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പ്രതിഷേധമൊക്കെ അറിയിക്കണമല്ലോ, അല്ലെങ്കിൽ ഒരു ഏകാധിപത്യമാകുമല്ലോ. പക്ഷേ പ്രതിഷേധത്തിന് അതിൻ്റേതായ സ്വഭാവവും മാന്യതയുമുണ്ട്. ഇന്നലെ നടന്ന പ്രതിഷേധം, അതിനെ പ്രതിപക്ഷ പാർട്ടികൾ അതിനെ ന്യായീകരിക്കുമ്പോഴും അതൊരു മാന്യതയില്ലാത്ത പ്രതിഷേധമായിരുന്നു. കാരണം ഒരു വാഹനത്തിൽ പോകുന്ന മന്ത്രിയെ കരിങ്കൊടി കാണിക്കാം, അതല്ലെങ്കിൽ മറ്റ് പല പ്രതിഷേധ മാർഗങ്ങളുമുണ്ട്. അതല്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ പോകുന്ന മന്ത്രിയെ അതിക്രമിച്ച് പ്ലാറ്റ്ഫോമിൽ കയറിയല്ല ഒരു പാർട്ടിയും ഇത്രയും കാലം വരെ കരിങ്കൊടി കാട്ടിയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ആ പ്രതിഷേധം അത് ഒരു ന്യായീകരണവും ഇല്ലാത്തതാണ്. ഇപ്പം മന്ത്രിയുടെ പരിക്ക് പറ്റി, മന്ത്രി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. പക്ഷേ അപ്പോഴും ശ്രീ വി വസീഫ്, ഇതിപ്പം രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പോരായി മാറിയിട്ടുണ്ട്. വല്ലാത്തൊരു രാഷ്ട്രീയ അന്തരീക്ഷവുമാണിപ്പോൾ. ഇത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണ്ടേ? സേതു, ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷത്തിന് കേരളത്തിലെ പ്രതിപക്ഷം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുക. അവർ സാധാരണ രീതിയിൽ ഒരു പ്രതിപക്ഷം എന്നൊക്കെ പറയുമ്പോൾ വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാക്കി, അതായത് വലിയ ജനങ്ങളെ സംഘടിപ്പിച്ച് ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തുന്ന ഒരു രീതിയാണ് പൊതുവേ ഉണ്ടാവുക. എന്നാൽ വല്ലപ്പോഴും ഇങ്ങനെ കരിങ്കൊടി കാണിക്കലും ഒക്കെ ഒരു സമര രീതി തന്നെയാണ്. അതിലും നല്ല ആൾക്കൂട്ടവും നല്ല ആളുകളെയൊക്കെ സംഘടിപ്പിച്ചൊക്കെ നടത്തുന്ന സമരമാണ് നമ്മളൊക്കെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ പ്രത്യേകിച്ച് ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പറയുന്ന KSU എന്ന് പറയുന്ന സംഘടനയുടെ ഒക്കെ സമരത്തെ നിങ്ങളെടുത്തൊന്ന് വിലയിരുത്തി നോക്കൂ. ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള നിലക്ക് 2 or 3 ആൾ, അല്ലെങ്കിൽ 4 ആൾ, 5 ആൾ ഇവരെ അങ്ങ് കൊട്ടേഷൻ കൊടുത്ത് പറഞ്ഞയക്കുക. നേരത്തെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? വിമാനത്തിൽ പറഞ്ഞയച്ചു, എന്നിട്ട് മുഖ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ചു. അന്ന് ഇവർ ഇതുപോലെ പല ന്യായങ്ങളുമായി വന്നിരുന്നു. യാത്ര ചെയ്യുന്ന സമയത്താണ് അത് ആരുടെ പ്ലാനാ? ഇപ്പോൾ ഇതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു മിനിറ്റുകൾക്കകത്ത് ട്രെയിൻ കയറി പോകേണ്ട മന്ത്രിയാണ് തിരുവനന്തപുരത്തേക്കോ മറ്റോ അവരുടെ ഔദ്യോഗിക ആവശ്യത്തിന് പോവുകയാണ്. അവിടെ ആരെങ്കിലും അങ്ങനെ ഒരു അക്രമം ഉണ്ടാകുന്ന പ്രതീക്ഷ ഉണ്ടാവും ആർക്കെങ്കിലും? ഇനി ഉണ്ടാകും. ഏതെങ്കിലും ഈ പറയുന്നത് പോലെ മാവോയിസ്റ്റ് ടെററിസ്റ്റ് ടീമുകളൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനിൽ മറ്റൊക്കെ അക്രമം നടത്തുന്നത്. നേരത്തെ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ബെൽറ്റ് ബോംബ് വെച്ച് കൊലപ്പെടുത്തിയ സംഭവമൊക്കെ. അപ്പോൾ ഇന്നും നമ്മുടെ നേതാക്കളൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് ഏകദേശം ആ ഒരു തരത്തിലുള്ള സമരമല്ലേ? ഒളിച്ചിരുന്ന് ഓടി അങ്ങ് വരിക, നേരിട്ട് പാഞ്ഞെടുക്കുക, എന്നിട്ട് അക്രമം നടത്തുക. അവിടെ നമ്മൾ കണ്ടു ഒരു വലിയ കൂട്ടപ്പൊരിച്ചിലുണ്ടാവുക. അല്ലാത്തൊരു സാഹചര്യം ഇല്ല. കാരണം പൊതുജനങ്ങൾക്കിടയിലാണ്. ഇപ്പോൾ ഇവരുടെ ചില അവന്മാരൊക്കെ പറയുന്നുണ്ട് പോലീസിൻ്റെ വീഴ്ച. പോലീസിന് എന്ത് ചെയ്യാൻ പറ്റുമോ? അവിടെ വെടിവെക്കാൻ പറ്റുമോ? ഇവരുടെ UDFൻ്റെ ഭരണകാലത്ത് പോലീസ് വെടിവെച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് സമരക്കാർക്ക് നേരെ. അപ്പോൾ ഇങ്ങനെ ബോധപൂർവമായി ഈ നാടിൻ്റെ ഒരു സ്വസ്ഥത നശിപ്പിക്കുക എന്ന് പറയുന്ന വെല്ലുവിളിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാമായിരുന്നു. ഇപ്പോഴോ തുടരുന്നുണ്ട്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ നിലപാടെടുക്കുമെന്ന് പറയുന്ന ഒരു പാർട്ടി ഈ ഗുണ്ടായിസം കാണിക്കുമെന്ന് കൂടി പറയുകയാണ്. അതൊക്കെ ആരോ ആവട്ടെ, ഏതോ KSU ഇല്ലല്ലോ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ. ഇതേപോലെ 3, 4, 5 പേരൊക്കെ അല്ലേ ഉള്ളൂ. ഏതെങ്കിലും ക്യാമ്പസിൽ കലാലയങ്ങളിൽ KSU ഉണ്ടോ? ഏതെങ്കിലും സർവകലാശാലയിൽ KSUവിന് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റുമോ? MSF കൂടി ഇല്ലെങ്കിൽ കേരളത്തിൽ KSU ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവർ തന്നെ അത് വലിയ രീതിയിൽ പറയുന്നല്ലേ. എന്നിട്ട് അതിനെന്ത് വൈസ് പ്രസിഡന്റ്? ഇത്രയും നിലവാരം കാണൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. സതീശൻ്റെ നിലവാരം നമ്മൾ കണ്ടു. പിന്നെ ഇവരുടെയൊക്കെ നിലവാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായിട്ട് ഇമാതിരി പോസ്റ്റൊക്കെ ഇടുന്ന എന്ത് വൈസ് പ്രസിഡന്റ്? ഇതന്നെ KSU ഇങ്ങനെയായി പോകുന്നത്. ഈ KSU ഈ സതീശൻ്റെയും മറ്റു പല നേതാക്കന്മാരുടെയും തെമ്മാടിക്കൂട്ടമായി കേരളത്തിൽ അതപ്പതിച്ചിരിക്കുക. അതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നോക്കൂ നിങ്ങൾ, ഈ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കെതിരെ എന്തിനാണ് ഇങ്ങനെ ഒരു ഗറില്ല മോഡൽ അക്രമത്തിന് ഇവർ നേതൃത്വം കൊടുക്കുന്നത്? ഈ ഒളിപ്പോര് നടത്തുന്നത് എന്തിനാ? ഇതിൻ്റെ ഒരു വിഷയം കൂടി ജനം പരിശോധിക്കണ്ടേ? 5 വർഷം മുമ്പ് എങ്ങാണ്ട് സംഭവിച്ച ഒരു സംഭവത്തെ
പ്രതിഷേധിക്കണം, ശരി. ഇങ്ങനെ ഗറില്ല മോഡൽ അക്രമം നടത്തി മന്ത്രിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടതിൻ്റെ എന്താവശ്യകതയെ ഈ സമരത്തിൻ്റെ ഒരു ഒരു പ്രാധാന്യം നിങ്ങൾ പരിശോധിച്ചോ? കേരളത്തിലെ ആരോഗ്യ വകുപ്പ് അത്ര മോശമാണോ? ഇവർ ആർക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്? ഇവരുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പലരോടും പണം വാങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് ഇവരൊക്കെ. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താ? നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ നാട്ടിലെ സാധാരണ പ്രൈവറ്റ് ആശുപത്രികളെല്ലാം കോർപ്പറേറ്റ് വൽക്കരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഞങ്ങൾക്ക് അനുഭവമുണ്ട്. KKR ഗ്രൂപ്പ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആശുപത്രികൾ വാങ്ങുക. സ്വാഭാവികമായിട്ടും വലിയ ആശങ്കയുണ്ട്. ഈ കോർപ്പറേറ്റുകൾ ഈ സാധാരണക്കാരന് സമീപിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ആശുപത്രികളെ ഒന്നിച്ച്, അതാണ് കോർപ്പറേറ്റ് വൽക്കരണം നടക്കുക. അവിടെ മറ്റൊരു കോമ്പറ്റീഷനും ഇല്ലാത്ത തരത്തിലേക്ക് ഈ കോർപ്പറേറ്റുകൾ നമ്മുടെ ആശുപത്രികൾ, സാധാരണക്കാരുടെ ആശുപത്രികളൊക്കെ വാങ്ങി, ഈ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ആളുകളുടെ ആശുപത്രികളൊക്കെ വാങ്ങി അതിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അവരിങ്ങനെ തയ്യാറായി നിൽക്കുക. അവർക്കല്ലേ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും കേരളത്തിലെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളും തകരേണ്ടതിൻ്റെ താല്പര്യം? നിങ്ങളൊരു കണക്ക് നോക്കുക. 64,000 പേരെ പ്രതിമാസം ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ. 112 ഡയാലിസിസ് കേന്ദ്രങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. 112 ഡയാലിസിസ് കേന്ദ്രങ്ങൾ, 1257 മറ്റോ മെഷീൻസ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഡയാലിസിസ് മാത്രമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പേഷ്യൻസിൻ്റെ എണ്ണം എടുത്ത് നോക്ക്. ഞങ്ങളതൊക്കെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ OP ചികിത്സ മാത്രം 1,13,81,065 പേര്, 65 പേര് OPയിൽ കാണിക്കുന്നുണ്ട് കേരളത്തിൽ. ഇവിടെ കിടത്തി ചികിത്സ മെഡിക്കൽ കോളേജുകളിൽ 5,49,660. ഇത്രയും പേർ ആശ്രയിക്കുന്ന നമ്മുടെ പൊതുജനാരോഗ്യ കേന്ദ്രത്തിലെ ഏതോ 1-2 സംഭവങ്ങളെ ഉയർത്തിക്കാണിച്ച് ഈ ആശുപത്രിയിലേക്ക് ഒരാളും പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു പ്രക്ഷോഭത്തിന് എന്തിനാണ് ഇവർ നേതൃത്വം കൊടുക്കുന്നത്? പ്രക്ഷോഭമൊക്കെ നടത്തണം, അല്ലെങ്കിൽ പ്രതിഷേധം നടത്തണം, അതിലൊന്നും നമ്മളെതിരല്ല. ഈ തരത്തിലേക്ക് പ്രക്ഷോഭം നടത്തുമ്പോൾ അതിൻ്റെ പിന്നിലെ ഇവരുടെയൊക്കെ സാമ്പത്തിക താല്പര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി പണം വാങ്ങി കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി, ഈ കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് വേണ്ടി നമ്മുടെ പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ തകർക്കുക എന്ന ഉദ്ദേശം ഇവർക്കുണ്ട്. നമ്മൾ കാണേണ്ടത് UDF എന്നൊക്കെ കേരളം ഭരിച്ചോ അന്നെല്ലാം നമ്മുടെ ഈ പൊതുജനങ്ങൾ ആശ്രയിക്കുന്ന എല്ലാ സംവിധാനങ്ങളും തകർന്നിട്ടുണ്ട്. അത് ആശുപത്രികളാവട്ടെ, സ്കൂളുകളാകട്ടെ, നമ്മുടെ നാട്ടിലെ പൊതുമേഖല വ്യവസായങ്ങളാവട്ടെ, എല്ലാം തകർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തകർത്തിട്ടുണ്ട്. സ്കൂളുകളിൽ പാഠപുസ്തകം പോലും കൊടുക്കാൻ മടി കാണിച്ചവരായി ഇവർ. കൊടുത്തിട്ടില്ല ഇവർ. എന്തായിരുന്നു അതിന് തടസ്സം? 1200ഓളം സ്കൂളുകൾ അൺഎക്കണോമിക് ആണെന്ന് പറഞ്ഞ് അടച്ചുപൂട്ടേണ്ട ലിസ്റ്റിലിട്ടവരായി ഇവർ. സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി മാത്രം മെനക്കെട്ടവരായി ഇവർ. ഞങ്ങളുടെ ജില്ലയിൽ അനുഭവമില്ലേ? ഞങ്ങളൊക്കെ നടത്തിയ സമരമില്ലേ സ്കൂളുകൾ സംരക്ഷിക്കാൻ? എന്നാൽ കേരളത്തിലെ ഇപ്പോഴുള്ള ഗവൺമെൻറ്റോ, ഇടതുപക്ഷ ഗവൺമെൻറ്റോ 5000 കോടി രൂപ സ്കൂളുകൾക്ക് ചെലവഴിച്ചു. നമ്മുടെ ആശുപത്രികൾ നോക്കും മികച്ചതാക്കി മാറ്റുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ. ഇപ്പോൾ ഈ കോഴിക്കോടാണ് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മാത്രം ഒരാശുപത്രി തുടങ്ങാൻ പോകുന്നത്. നമ്മൾ വലിയ ആവേശത്തോടു കൂടി പറഞ്ഞല്ലോ, എറണാകുളത്തൊരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയക്കുള്ള എല്ലാ സംവിധാനമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടില്ലേ? ഒരു ജില്ലാ ആശുപത്രിയിൽ. ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറക്കാതെ, ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയം തുറക്കാതെ 13ഓളം വാൽവുകൾ, ഈ ഹൃദയം തുറക്കാതെ ഹൃദയ ശസ്ത്രക്രിയ നടത്തി. ഇവിടെ അത്യാധുനിക സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ അത്. അങ്ങനെ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഈ സാധാരണക്കാരന് സമീപിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ആശുപത്രികൾ മാറുമ്പോൾ ആർക്കാണ് അസ്വസ്ഥത? എന്തിനാണ് അസ്വസ്ഥത? അതിൽ വേറെ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. കോർപ്പറേറ്റുകൾക്ക് രോഗികളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ സമരത്തിന്റെ പിന്നിലുള്ളത്. അതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ ഈ അക്രമം നടത്തി കേരളത്തിൽ പിന്നെ ഈ അക്രമം ഇങ്ങനെ ഒരു അക്രമം നടത്തി കേരളത്തിൻ്റെ ഒരു സ്വസ്ഥത നഷ്ടപ്പെടുത്തണം, അല്ലെങ്കിൽ ഇത് ഒന്ന് കലങ്ങണം എന്ന് ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ആരായിരിക്കും? ഈ UDF ആയിരിക്കില്ലേ? ഇവരിപ്പോൾ ജാഥ നടത്തി, ആകെ അലമ്പായില്ലേ?
അവരുടെ സ്റ്റേജിൽ തന്നെ എത്ര തവണ കുഴപ്പങ്ങളുണ്ടായി? സ്റ്റേജിൽ പുറത്തല്ലല്ലോ ആള്, സ്റ്റേജിലല്ലേ ആള്. സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ സ്റ്റേജിൽ നിന്ന് മാറി നിൽക്ക്, മുന്നോട്ട് പോയിരിക്ക്, അവിടെ കസേര ഉണ്ട് എന്നുള്ള നിനക്ക് പറയാം. സ്റ്റേജിൽ നിന്നാണ് നമ്മൾ കണ്ടത് മുൻ KPCC പ്രസിഡന്റ് ഇതോ പോകുന്നതായോട്ട്, ആര്, മുല്ലപ്പള്ളി. എന്നിട്ട് ഇവർ പറഞ്ഞു അത് സ്നേഹത്തള്ളായിരുന്നു, ചേർത്ത് നിർത്തലായിരുന്നു എന്ന്. പിന്നെ നമ്മൾ കണ്ടത് എന്താ? മുല്ലപ്പള്ളി വന്ന് പറഞ്ഞു അങ്ങനെയല്ല, അവിടെ ഒരാളുടെ പേര് പറഞ്ഞു, ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, അദ്ദേഹത്തെ പിന്നെ പറയുന്നില്ല. നമ്മൾ കണ്ടില്ലേ എന്തായിരുന്നു സ്ഥിതി ചെയ്തത്? ഇങ്ങനെ കഴുത്തിന് പിടിച്ചങ്ങ് കൊണ്ടുപോവുക, എന്നിട്ട് ഒരു നാണം ഇല്ലാതെ പോസ്റ്റ് ഇടുക. ആരെയാ കഴുത്തിന് പിടിച്ച് വലിച്ച് പുറകോട്ട് വലിക്കുന്നത്? എന്താ സംഭവം? അപ്പോൾ ഇവർ അപമാനിതരാവുകയാണ് കേരളത്തിൽ. ഇത് മാത്രമാണോ? 1-ാം തീയതി കേരളം കാത്തിരുന്ന വീടുകൾ കൈമാറുക. ആ സമയത്ത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ വലിയ ചർച്ചയുണ്ടാവും. എന്താ ചർച്ച? കോൺഗ്രസ്സുകാർ ഒരു ആപ്പ് ഉണ്ടാക്കി പണം പിരിച്ചിരുന്നു കേരളത്തിൽ. ഇപ്പോൾ ആപ്പും കാണുന്നില്ല, പണവും ഇല്ല. ആ ദുരന്ത മേഖലയിൽ നമ്മളൊക്കെ ഇടപെട്ടതല്ലേ? എത്ര മനുഷ്യജീവനുകളാണ് ഒലിച്ചു പോയത്? അവരുടെ സ്വന്തക്കാരെ, അവരുടെ പ്രിയപ്പെട്ടവരെ, ആശ്രിതരെ, അച്ഛൻ നഷ്ടപ്പെട്ട മക്കൾ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ, ഇവരെയെല്ലാം സാക്ഷി നിർത്തി പണം പിരിച്ച് ആ പണത്തിൻ്റെ കണക്ക് പോലും പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായില്ലേ? KC വേണുഗോപാൽ പറഞ്ഞത് ഓർമ്മയില്ലേ നമുക്ക്? ഞങ്ങളുടെ കയ്യിൽ പണമില്ല, ഞങ്ങളുടെ കയ്യിൽ ഭരണമില്ലല്ലോ എന്ന്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതിൻ്റെ അർത്ഥം എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞതാ മാധ്യമങ്ങൾക്ക് മുമ്പിൽ. എന്നാൽ ഇപ്പോൾ ഇവരുടെ ജാഥയുമായി ഒരു ശിലാസ്ഥാപനം കൂടി നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ശ്രീ വി വസീഫ്. ഞാൻ അതിലേക്ക് വരാം. പക്ഷെ ഇപ്പം ഈ തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ. ഇപ്പം ഞാൻ അതിലേക്കും കൂടി ഒന്ന് പോവുകയാണ്. സത്യത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് എല്ലാവരും കടന്നു കഴിഞ്ഞു. എന്താണെങ്കിലും LDF തുടർഭരണം ലക്ഷ്യമിട്ട് പോകുന്നു. DYFയുടെ കോൺട്രിബ്യൂഷൻ പ്രചാരണത്തിൽ എങ്ങനെയായിരിക്കും ശ്രീ വി വസീഫ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് ഇത് ജനങ്ങളുടെ ഒരു ഗവൺമെൻറ്റാണ്. ഇത് നിലനിൽക്കണം. ഇന്ത്യയിൽ തന്നെ വലതുപക്ഷം കോർപ്പറേറ്റ് അനുകൂല നിലപാട് സ്വീകരിച്ച് സാമ്പത്തിക രംഗത്തൊക്കെ വലിയ രീതിയിൽ ഇടപെടൽ നടത്തി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇപ്പോൾ വ്യാപാര കരാറുകളൊക്കെ നമ്മൾ കാണുകയാണ്. ബോധപൂർവമായി നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികളെല്ലാം കോർപ്പറേറ്റുകൾക്ക്, കുത്തക മുതലാളിമാർക്ക്, മറ്റ് സാമ്രാജ്യത്വത്തിനൊക്കെ തുറന്നു കൊടുക്കുന്ന കാഴ്ചയുണ്ട്. നമ്മുടെ രാജ്യത്ത് കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്, തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ പൊതു ഉടമസ്ഥതയിലുള്ളതെല്ലാം തകർക്കുന്നുണ്ട്. ഇന്ത്യൻ പട്ടാളത്തിൽ പോലും താൽക്കാലികക്കാരെ കുത്തിനിറക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അഗ്നിപഥ് പദ്ധതിയിലൂടെ. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം ഒഴിവുകൾ നിലനിൽക്കുകയാണ്. രാജ്യത്തെ UPSC നോക്കുകുത്തിയാണ്. ആ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ബദലായി, ഇന്ത്യക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന, മാതൃക കാണിച്ചു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ. അത് ഏക ഗവൺമെൻറ്റാണ്. രാജ്യത്ത് വർഗീയത പറഞ്ഞ് ധ്രുവീകരണം ഉണ്ടാക്കുന്നു, വികസനത്തെ മറപിടിക്കാൻ ആര്? കേന്ദ്ര ഗവൺമെൻറ്. അവരെ മറച്ചു വെക്കുക, ഇവിടെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നാൽ വികസനം ഒട്ടുമില്ല. സാധാരണക്കാരെ ചേർത്ത് നിർത്താൻ പറ്റുന്നില്ല. അവൻ്റെ ആശ്വാസങ്ങൾ ഒക്കെ തകർക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതി പോലും തകർക്കുന്നിടത്തേക്കാണ് കേന്ദ്ര ഗവൺമെൻറ് പോകുന്നത്. അതോടൊപ്പം വർഗീയത പറയുക. ഇപ്പോൾ കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ളവർ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ആ സാഹചര്യത്തിൽ ഇന്ത്യയിൽ കേരളം ഒരു പ്രതീക്ഷയാണ്. ആ കേരളത്തിലെ ഗവൺമെൻറ്റിനെ ചേർത്ത് നിർത്തുക, സംരക്ഷിക്കുക, ഇടതുപക്ഷ ഗവൺമെൻറ് ഈ കേരളത്തിൽ അനിവാര്യമാണ് എന്നുള്ളത് യുവജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ ആവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഞങ്ങൾ യുവജനങ്ങളുമായി സംസാരിക്കും. ഞങ്ങൾ അവരോട് ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കും. അതോടൊപ്പം കേരളം ചെയ്ത ഒരുപാട് നേട്ടങ്ങളുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങളിതാ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മുതൽ ഞങ്ങളുടെ പ്രാദേശിക ജാഥകൾ തുടങ്ങുക, കാൽനട ജാഥകൾ. കേരളത്തിലുടനീളം പ്രാദേശിക ജാഥകൾ നടത്തി കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെയും അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തെ യുവജനങ്ങളോട് കാണിക്കുന്ന നീതികേടിനെതിരെയും വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ചെറുപ്പക്കാർ, ഭാവി ആഗ്രഹിക്കുന്നവർ, എന്തിന് ശശി തരൂർ പോലും പറഞ്ഞ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിക്ഷേപകർക്ക് ഏറ്റവും താല്പര്യത്തോടു കൂടി വരാൻ പറ്റുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞ ഈ കേരളമുണ്ടല്ലോ, ആ കേരളത്തെ ഇനിയും 10 വർഷം പുറകിലേക്ക് കൊണ്ടുപോയാൽ
ഈ നാട്ടിൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് വലിയ പ്രയാസമുണ്ടാകും. ഈ നാട്ടിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ വീണ്ടും ഇരുണ്ട കാലത്തേക്ക് പോകുന്നു, ഇരുട്ടുകളിലേക്ക് പോകുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടാകും. കാരണം പവർ കട്ട് വരും, ഇവിടുത്തെ സ്കൂളുകൾ നഷ്ടപ്പെടും, ഇവിടുത്തെ ആശുപത്രികൾ ഇല്ലാതാവും, എല്ലാം അങ്ങേക്ക് പക്ഷേ ഞാനിപ്പോൾ ചോദിക്കുന്നത് ഒരു വിമർശനപരമായി തോന്നാം, എങ്കിലും ഞാൻ ചോദിക്കാൻ, ഇപ്പം 5 ലക്ഷം വീടുണ്ടാക്കിയ ഒരു സർക്കാരാണ് വിഴിഞ്ഞം പദ്ധതി, ദേശീയപാത, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, അങ്ങ് തൊട്ട് മുൻപ് പൂർത്തിയാക്കിയതുപോലെ പവർ കട്ട് ഇല്ലാതായി 10 വർഷം, പറയാൻ 100 കണക്കിന് വികസന പ്രവർത്തനങ്ങളുള്ളൂ. പക്ഷേ എന്നിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ സർക്കാരിന് ഒരു തിരിച്ചടി ഉണ്ടായി എങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്നുവെങ്കിൽ DYFI അടക്കമുള്ള സൈബർ സ്പേസ് കാര്യമായി ഉപയോഗിക്കുന്നവർക്ക് അതിൽ പിഴവുകളില്ലേ ശ്രീ വി വസീഫ്? അത് തിരിച്ചു പിടിക്കാൻ പ്രവർത്തനം ഉണ്ടായിരിക്കുമോ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത്? തീർച്ചയായിട്ടും. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കനകൊലുമാർ വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നുണ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തന്നെ എല്ലാ ദിവസവും നുണ പറയുന്നതിന് മത്സരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നുണകൾ നമ്മുടെ സമൂഹത്തിലേക്ക് വലിയ രീതിയിലേക്ക് കടന്നു വന്നൊരു സാഹചര്യമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആ നുണകൾക്ക് ചെറിയ സ്വാധീനമുണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ വിലയിരുത്തിയത്. ആ നുണകളെയെല്ലാം ജനങ്ങളുമായി സംസാരിച്ച് ഞങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഇടപെടലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നേരിട്ടൊക്കെ ഞങ്ങൾ നടത്തും. അതിനുള്ള വലിയ ഒരു പരിശ്രമത്തിന് തന്നെയാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. ഓക്കെ, ശ്രീ വി വസീഫ്, ഇപ്പം കേരള സ്റ്റോറി സിനിമ ഇന്നിപ്പം കോടതി കാണുന്ന ദിവസം കൂടിയാണ്, തീരുമാനം ഉടൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ റിലീസിനെ എങ്ങനെയാവും കേരളത്തിൽ DYFI തുറന്നു കാട്ടുക? ഇപ്പോൾ SFI BFS നടത്തിയതിന് സമാനമായിട്ട് എന്തെങ്കിലും പ്രതിഷേധ ആഹ്വാനം ഉണ്ടായിരിക്കുമോ DYFIയുടെ ഭാഗത്ത്? തീർച്ചയായിട്ടും ഞങ്ങൾ ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് കാണിക്കാൻ പോവുക. ഇതല്ല, ഈ സിനിമയല്ല യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്നത് മതനിരപേക്ഷതയുടെ നാടാണ്. ഇവിടെ ക്രിസ്മസും ഓണവും പെരുന്നാളും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു മതസൗഹാർദ്ദത്തിൻ്റെ പേരുകേട്ട എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ആ നാട്ടിൽ വിഷം കലർത്താൻ വരുന്ന ഇങ്ങനെയുള്ള സംഘപരിവാരത്തിൻ്റെ ഹിഡൻ അജണ്ടകളുമായി വരുന്ന ഈ തോന്നിവാസങ്ങളെയെല്ലാം ചെറുക്കാൻ ജനങ്ങളുടെ അടുത്ത് യഥാർത്ഥ കേരള സ്റ്റോറി ഞങ്ങൾ പ്രദർശിപ്പിക്കും. അത് സൗഹാർദ്ദത്തിൻ്റെ കേരള സ്റ്റോറിയാണ്, നന്മയുടെ കേരള സ്റ്റോറിയാണ്, പങ്കുവെക്കലിൻ്റെ കേരള സ്റ്റോറിയാണ്. അത് ഞങ്ങൾ ഈ കേരളത്തിന് മുമ്പിൽ കാണിക്കണം എന്ന് തന്നെയാണ് ആലോചിച്ചത്. ഈ പറയുന്ന സംഘപരിവാരം അവാർഡ് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന, വിദ്വേഷമുണ്ടാക്കുന്ന, മനുഷ്യർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന ഈ സംഘപരിവാരത്തിൻ്റെ അജണ്ടയെ കേരളത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ ആവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കൂടി ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഈ സംഘം കുറച്ച് മുൻപ് വയനാടുമായി ബന്ധപ്പെട്ട് ചെറിയൊരു പരാമർശം നടത്തി, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം വയനാട്ടിൽ മാർച്ച് 1-ന് 178 കുടുംബങ്ങൾ വീടായി വരികയാണ്. അന്ന് കേരളം ആകെ ആ ദുരന്തത്തിനൊപ്പം നിന്നപ്പോൾ ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയ ഒരു സംഘടനയുടെ പ്രസിഡന്റാണ് അങ്ങ്. അപ്പോൾ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഒരുപാട് സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ടാകുമല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ദുരന്തമുഖത്ത്, ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി അറിയുന്നതിന് മുമ്പാണ് ഞങ്ങൾ 25-ൽ കുറയാത്ത വീട് നിർമ്മിച്ചു കൊടുക്കും ഗവൺമെൻറ്റുമായി ചേർന്ന് എന്ന് പറഞ്ഞത്. അന്ന് തന്നെ ഞങ്ങൾ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ഞങ്ങൾ ചോദിച്ചിരുന്നു, ഞങ്ങൾ അങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഞങ്ങളിങ്ങനെ പണം കണ്ടെത്തുന്നുണ്ട് എന്നൊക്കെ. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ആക്രി പെറുക്കിയും കല്ല് ചുമന്നും ഞങ്ങളുടെ അധ്വാനം സംഭാവന ചെയ്തും ഞങ്ങളുടെ സഖാക്കൾ അവരുടെ പിറന്നാളുകൾക്ക്, അവരുടെ വിവാഹ വാർഷികത്തിന്, അവരുടെ വിവാഹത്തിന് എല്ലാം നീക്കിവെച്ച പണത്തിൻ്റെ ഒരു വിഹിതം തന്ന് ഞങ്ങൾ സ്വരൂപിച്ചതാണ്. ഞങ്ങളുടെ കേരളത്തിലെ DYFIയുടെ പ്രവർത്തകരുടെ അധ്വാനത്തിൻ്റെ ഫലമായി സ്വരൂപിച്ചത് 20,40 ലക്ഷം രൂപയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു വീടിന് 20 ലക്ഷം രൂപയാകും, അതാണ് ഒരു സ്പോൺസർ തരേണ്ടത് എന്ന് പറഞ്ഞു. ആദ്യ മീറ്റിങ്ങിൽ അതിലധികമായിരുന്നു പറഞ്ഞത്. ഈ പറയുന്ന സതീശൻ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തതാണ് ഞങ്ങളോടൊപ്പം, സ്പോൺസർമാരെ വിളിച്ച യോഗത്തിൽ. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഞങ്ങൾ പ്രഖ്യാപിച്ചത് 25 വീടായിരുന്നു എങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതുപോലെ ഒരു വീടിന് 20 ലക്ഷം വെച്ച് ഞങ്ങൾ കൊടുത്തത് 20 കോടി രൂപയാണ്. 20 കോടി രൂപ. ആ സമയത്തും ഞങ്ങൾക്ക് കേരളത്തിലെ ചില മാധ്യമങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മീഡിയ സ്പേസ് കൊടുക്കുന്ന മറ്റൊരു സംഘടനയുണ്ട്, ഇന്ന് കല്ലെറിഞ്ഞ് ആക്രമിച്ച് ആളുകളെ, മന്ത്രിമാരെ വഴിയിൽ തടഞ്ഞ് ഇങ്ങനെ ഗറില്ല സമരം നടത്തുന്ന കൂടെ ആളില്ലാത്ത സംഘടന. അവർ നോക്കൂ, നിങ്ങൾ 30 വീട് പ്രഖ്യാപിച്ചതാ.
30 വീട് പ്രഖ്യാപിച്ചിട്ട് അതിനെക്കുറിച്ചൊരു ചർച്ചയുമില്ലാത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഞങ്ങൾ ഉൾപ്പെടെ ആവർത്തിച്ച് ചോദിച്ചു, എത്ര രൂപ പിരിച്ചു, എത്ര വീട് കൊടുത്തു. അന്ന് വലിയ മീഡിയ പ്രാധാന്യം, ഞങ്ങളും അതിനെ സ്വാഗതം ചെയ്തു. കാരണം എല്ലാവരും ഒരുമിച്ച് ആണല്ലോ ഇങ്ങനെയുള്ള ദുരന്തമുഖത്ത് നിൽക്കേണ്ടത്. എന്നിട്ട് എന്താ ചെയ്തത്? അവർ ഈ കേരളത്തിന് കൊടുത്ത ഒരു സന്ദേശം എന്താണ്? എന്നിട്ടൊരു നാണവുമില്ലാതെ അവരിപ്പോഴും വന്ന് ന്യായീകരിക്കുന്നു, നുണ പറയുന്നു. ആരെങ്കിലും ചോദിച്ചോ? ഇപ്പോൾ അവസാനം അവർ പറയുന്നു ഞങ്ങൾക്ക് 1 കോടി കിട്ടി, അത് ഞങ്ങളുടെ KPCCക്ക് കൊടുത്തിട്ടുണ്ട് എന്നാ. അവിടെയാണ് കേരളത്തിലെ DYFI സഖാക്കളുടെ ആ ഒരു പ്രസക്തി ഈ കേരളം ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യണ്ടേ നിങ്ങൾ? ഈ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഈ ദുരന്ത മുഖത്ത് മാത്രമല്ലല്ലോ, കേരളത്തിൽ ഏത് ഘട്ടങ്ങളിൽ കേരളം പ്രതിസന്ധിയിലായിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം കേരളത്തിൻ്റെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഈ കേരളത്തിൻ്റെ ഒരു പ്രതിരോധ സേനയായി കേരളത്തിലെ DYFI ഉണ്ടായിട്ടുണ്ട്. അത് നിപ്പയാകട്ടെ, കോവിഡാകട്ടെ, പ്രളയമാകട്ടെ, സുനാമി ആകട്ടെ, എല്ലാ ഘട്ടത്തിലും ഏതെല്ലാം തരത്തിൽ ഈ നാടിനെ ചേർത്ത് നിർത്താൻ പറ്റുമോ അങ്ങനെ ചേർത്ത് നിർത്താൻ കേരളത്തിൻ്റെ ഒരു സേനയായി DYFI നിന്നു എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾക്ക് ഈ സമയത്തൊക്കെ ഒരു പരാതി, ഞങ്ങൾ ഈ സമൂഹത്തിൽ ഇടപെടുന്നതാണല്ലോ, ഈ പറയുന്ന കോൺഗ്രസ് പോലെയുള്ള സംഘടനകളുടെ, യൂത്ത് കോൺഗ്രസ് പോലെയുള്ള സംഘടനകളുടെ ഈ സമൂഹത്തിലെ ഇടപെടലുകളെ മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ തുറന്നു കാണിക്കുന്നില്ല, അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്നൊരു വിമർശനം കൂടി ഞങ്ങൾക്കുണ്ട്. ഒരു നാണവുമില്ലാതെ അവർ വീണ്ടും പ്രഖ്യാപനങ്ങളും വീണ്ടും കാട്ടിക്കൂട്ടലുകളുമായി നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ തറക്കല്ലിടൽ വേദിയിൽ പറഞ്ഞ പ്രസംഗം പോലും നിങ്ങൾ ഒന്നെടുത്ത് കാണണം. ഈ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ആ പ്രസംഗത്തോട് പോലും അദ്ദേഹം നീതി പുലർത്തിയിട്ടില്ല. അതുപോലും കാണിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല. അതിനുശേഷം ആദ്യം പുറത്തുപോയി ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, വീണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രസിഡന്റ് വന്നു. ആ പ്രസിഡന്റ് പറഞ്ഞു ഗവൺമെൻറ് വീട് കൊടുക്കുന്നതിൻ്റെ മുൻപ് യൂത്ത് കോൺഗ്രസിൻ്റെ വീടുണ്ടാകും എന്ന്. അതിൻ്റെ ബൈറ്റുണ്ട്. അപ്പോൾ ചിരിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ളവർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതിൻ്റെ ഒരു ദിവസം മുമ്പെങ്കിലും ഞങ്ങൾ കൊടുക്കും എന്ന്. ഇപ്പോൾ 1-ാം തീയതി കൊടുക്കുക. എന്താ മാധ്യമങ്ങൾ ഇവരോട് ചോദിക്കാത്തത്? പോട്ടെ, എത്ര രൂപ പിരിച്ചു എന്ന് പറയണ്ടേ കേരളത്തിലെ കോൺഗ്രസ്? പറയുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ജാള്യതയിൽ അവർ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി ഈ നാടിന് മുമ്പിൽ നിൽക്കാൻ സാധിക്കും. വലിയ സന്തോഷമുണ്ട്. കേരളത്തിലെ DYFI സഖാക്കളുടെ അധ്വാനത്തിന്റെ ഫലമായി ശ്രീ വി വസീഫ് അങ്ങ് പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർക്കാരിന്റെ വീട് വരുമ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ വീട് ഉണ്ടാകുമെന്ന്. അങ്ങ് കുറച്ചു മുൻപ് അത് പറയുകയും ചെയ്തു. ഇതുവരെ യൂത്ത് കോൺഗ്രസിന്റെ വീട് പണി തുടങ്ങിയതാരും നമ്മളാരും അറിഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസിനോട് ഈ അവസരത്തിൽ DYFIക്ക് ചോദ്യങ്ങളുണ്ടോ? DYFIക്ക് യൂത്ത് കോൺഗ്രസിനോട് പറയാനുള്ളത് യുവജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണം. സതീശൻ്റെയും കനകൊലുവിൻ്റെയും ഉപദേശങ്ങളിൽ നിന്നും അല്പം മാറി നിൽക്കണം. ഇനിയെങ്കിലും കേരളത്തിലെ യുവജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം. അധികാരത്തിന് വേണ്ടി, മീഡിയ സ്പേസിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മാറരുത്. ഓക്കെ, അപ്പം ശ്രീ വി വസീഫ്, അപ്പം നമുക്കിപ്പം ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. അങ്ങക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഇപ്പം വയനാട്ടിൽ വീട് വരുന്നു, അതിൽ DYFIയുടെ ഒരു വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിന് അകമഴിഞ്ഞ അഭിനന്ദനങ്ങൾ കൂടി അറിയിക്കുകയാണ്. അപ്പം ഇന്ന് നല്ലൊരു ദിവസം കൂടി ആവട്ടെ അങ്ങക്ക്. താങ്ക് യു. ഓക്കെ.